മഹാഭാരതത്തിൽ സുധർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സുധർമ്മ എന്ന് പറയുന്ന ആ മഹാറാണി സുബലൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ പത്നിയായിരുന്നു. അവർ ഗാന്ധാരത്തിലെ മഹാറാണിയായിരുന്നു. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സുധർമ്മ മഹാറാണി ആരാണ്. ശകുനിയുടെയും ഗാന്ധാരിയുടെയും ഒക്കെ അമ്മയാണ് സുധർമ്മ. മഹാഭാരതത്തിലെ 100 കഥ, 101 മക്കളുടെ കഥ നമ്മൾ ആഘോഷപൂർവ്വം വായിക്കുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൗരവർ എന്ന് പറയുന്ന 100 മുമ്പ് മഹാഭാരതം വർണ്ണിച്ച മറ്റൊരു 101 മക്കളുണ്ട്. അത് സുധർമ്മയുടെയും സുബല മഹാരാജാവിൻ്റെയും മക്കളാണ്. ഗാന്ധാരിയും ഗാന്ധാരിയുടെ 100 സഹോദരങ്ങളുമാണ് ആ മക്കൾ. അതിലേറ്റവും ഇളയ ആളാണ് ശകുനി. ശകുനിയുടെ കുടുംബത്തോട്, ഗാന്ധാര രാജവംശത്തോട് കുരുവംശം ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് പകരം വീട്ടുവാനാണ് ശകുനി എന്ന പുത്രനെ, ചട്ടുകാലനായ ശകുനിയെ എല്ലാ വിധത്തിലുമുള്ള ശക്തനായ പോരാളിയാക്കി മാറ്റി സുധർമ്മ ഗാന്ധാരത്തിൽ നിന്നും ഹസ്തിനപുരത്തിലേക്ക് അയച്ചത്. ആയുധങ്ങളൊന്നും എടുക്കാതെ തന്നെ ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തിനപുരത്തെത്തിയ ശകുനി ഒരായുധങ്ങളും ഉപയോഗിക്കാതെ സ്വന്തം കൗശലങ്ങളിലൂടെ പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ തല്ലിച്ച് കുരുവംശത്തിന് സർവനാശമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഒരു മഹാറാണിയുടെയല്ല, ഒരു അമ്മയുടെ പ്രതികാരത്തിന്റെ പൂർത്തീകരണമായിരുന്നു എന്നതാണ് സത്യം. നമ്മുടെ നാടും പല തരത്തില് സുധർമ്മമാരെ കാണാറുണ്ട്. നമുക്കിടയിലും പല രൂപത്തിൽ സുധർമ്മമാർ ജീവിക്കുന്നുമുണ്ട്. ആരും തിരഞ്ഞു പോകാത്തത് കൊണ്ട് സുധർമ്മമാരെ ആരും അറിയുന്നില്ല എന്ന് മാത്രം. മഹാഭാരതത്തിലെ സുധർമ്മയെയും ആരും തിരഞ്ഞ് അറിഞ്ഞ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം.